രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്ത വ്യക്തി DK മുരളി, വാമനപുരത്ത് നിന്നുള്ള CPMന്റെ MLA ആയിട്ടുള്ള DK മുരളിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. DK മുരളി രണ്ട് കാര്യങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ എത്തിക്സ് കമ്മിറ്റിക്കുള്ള പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി. രണ്ടാമത്തത് കാര്യമെന്ന് പറയുന്നത്, അയോഗ്യനാക്കണമെന്ന് പറയുന്നതോടൊപ്പം ഇത് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം ചർച്ച ചെയ്യാനുള്ള അവസരം നൽകണമെന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഈ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനം ഈ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഈ 14ാം നിയമസഭാ ഇതിലെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഇനി അടുത്ത നിയമസഭാ സമ്മേളനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് DK മുരളി ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി അനുസരിച്ച് ഈ സഭാ സമ്മേളനത്തിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു കാലാവധി തീരുന്നതിന് മുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു പരാതി ലഭിച്ചു. ഈ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു പരാതി ലഭിച്ചാൽ ഇതിൻ്റെ നമുക്ക് ഈ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു പരാതി ലഭിച്ചാൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? ഈ എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? എത്തിക്സ് കമ്മിറ്റിയുടെ തലവനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്, ഈ എത്തിക്സ് കമ്മിറ്റിയുടെ നിയമസഭാ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് MV ഗോവിന്ദൻ മാഷാണ്. MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, തളിപ്പറമ്പിൽ നിന്നുള്ള MLA ആയിട്ടുള്ള MV ഗോവിന്ദനാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന എത്തിക്സ് കമ്മിറ്റിയിൽ 2 UDFന്റെ അംഗങ്ങളുണ്ട്, ബാക്കിയെല്ലാം CPMന്റെ LDFന്റെ അംഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എത്തിക്സ് കമ്മിറ്റി. അപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, ഒരു MLA അയോഗ്യനാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, MLA എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസുകളിൽ കുടുങ്ങി അയാളൊരു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിക്ക് അയോഗ്യനാക്കാൻ കഴിയും. ഇനി ഈ കുറ്റക്കാരനൊന്നുമല്ല എന്നില്ലെങ്കിലും ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും എത്തിക്സ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു പരാതി വരണം. സ്വമേധയാ എടുക്കാൻ പറ്റില്ല, ഒരു പരാതി വരണം. അതും നിയമസഭാ അംഗമായിട്ടുള്ള ആളുകളുടെ പരാതി വേണം. അതാണ് നിയമം. നിയമസഭാ അംഗമായിട്ടുള്ള ആളുകളുടെ പരാതി വേണം. അതാണ് ഇപ്പോൾ DK മുരളിയെ കൊണ്ട് CPM കൊടുപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ കൊടുപ്പിച്ച പരാതിയും മൂഞ്ചി 8 നിലയിൽ മൂഞ്ചി എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടിയ ഉടനെ രാഹുൽ മാങ്കൂട്ടൽ അയോഗ്യൻ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള, മനസ്സിലായില്ലേ? അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. 1, പരാതി കൊടുത്ത ആളുടെ മൊഴിയെടുക്കണം. 2, കുറ്റാരോപിതൻ്റെ മൊഴിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള പ്രൊസീജിയറുകൾ, പിന്നെ അത് നിയമസഭയിൽ പറയണം, ആ റിപ്പോർട്ട് അവതരിപ്പിക്കണം, അത് നിയമസഭ പാസ്സാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അയോഗ്യതയിലേക്ക് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ടാണ്, അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ പരാതി കൊടുത്ത DK മുരളി എന്ന് പറയുന്ന വാമനപുരത്ത് നിന്നുള്ള CPMന്റെ MLAക്ക് പോലും ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്നുള്ള ഒരാവശ്യം, അതും ഈ അവസാന സഭാ സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം DK മുരളിയാണ് പരാതി കൊടുത്തതെങ്കിലും പരാതിക്ക് പിന്നിൽ CPM ആണ്. അപ്പോൾ അത് AKG സെൻറ്ററിൽ നിന്ന് വന്ന പരാതിയാണ്. അപ്പോൾ ആ പരാതിയിൽ അങ്ങനെ പറയാനുള്ള കാരണം, അത് വെച്ചിട്ട് അതിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അത് നിയമസഭയിൽ ഒരു വിഷയമാക്കി അതൊരു ചർച്ചയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് UDFനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. ആര്? പരാതി കൊടുത്ത ആളും പരാതി ഉണ്ടാക്കിയ ആളും പരാതി ചർച്ച ചെയ്ത വ്യക്തിയും ഒക്കെ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. UDFനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും, അതുവഴി ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറിച്ചാണ് എന്നുള്ളതാണ്, അല്ലേ? കാരണം കഴിഞ്ഞ
കഴിഞ്ഞ ഒരു സഭാ സമ്മേളനത്തിൽ, അതായത് ഓഗസ്റ്റ് 20-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത്, അന്ന് പരാതി ഉണ്ടായിരുന്നില്ല, ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ആ ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ സെപ്റ്റംബറിൽ ഒരു സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ ആയിരുന്നു പാർട്ടിയിൽ നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, അത് സ്പീക്കറെ അറിയിച്ചു കോൺഗ്രസ്. അതിനനുസരിച്ച് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ നിരയിൽ പോലും ഇല്ലാതെ മറ്റൊരിടത്ത് മാറിയിരിക്കേണ്ട അവസ്ഥ പോലും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യലി പരാതികളായിട്ട് ഈ ആരോപണങ്ങളൊക്കെ പരാതികളായിട്ട് വന്നപ്പോൾ അത് എന്തായി, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചർച്ച കൊണ്ട് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ, സഭയുടെ കുറേയധികം മണിക്കൂറുകൾ ആ ചർച്ചകളിൽ പോകുമെന്നല്ലാതെ UDF ഒരു തരത്തിലും പ്രതിരോധത്തിലാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനുള്ള കാരണം കോൺഗ്രസ് ഈ പറയുന്ന നടപടികളൊക്കെ സ്വീകരിച്ചു, അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടികളാവില്ല. കാരണം ഇതേ രീതിയിൽ ലൈംഗിക ബലാത്സംഗ പീഡന ആരോപണങ്ങൾ ഉയർന്ന് പരാതികളുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റുണ്ടായി ജാമ്യത്തിൽ പുറത്ത് നടക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത മുകേഷ് എന്ന് പറയുന്ന MLA ആ നിയമസഭയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മേലിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം എങ്ങനെയെങ്കിലും കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാമെന്ന് കരുതി അതിനെ വലിയ ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് സഭയിൽ ഇരിക്കുന്ന ആളെ നിർത്തിപ്പൊരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുമെന്നുള്ളതാണ്. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലുള്ള പ്രതിസന്ധിയുമാകില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ പരാതി കൊടുത്തത് എന്ന്. പരാതി കൊടുക്കുന്നത് എപ്പോഴാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായ ഉടനെ ഫസ്റ്റ് നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള CPMൻ്റെ അംഗമായിട്ടുള്ള AN ഷംസീർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഷംസീർ പറയുന്നുണ്ട്, പരാതി ഇതുവരെ MLAമാരുടെ പരാതി ലഭിക്കണം, പരാതി ലഭിച്ചാൽ ഞങ്ങളത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറും, അതിനനുസരിച്ച് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെയും വീണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട്, ദിവസങ്ങൾക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഷംസീർ പറയുന്നു, ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ഒരു നിയമസഭാ അംഗത്തിൻ്റെ പരാതി ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് DK മുരളിയുടെ പരാതി AKG സെൻറ്ററിൽ നിന്ന് വരുന്നത്. DK മുരളിയുടെ പേരിൽ, വാമനപുരം MLA ആയിട്ടുള്ള DK മുരളിയുടെ പേരിൽ AKG സെൻറ്ററിൽ നിന്ന് പരാതി വരുന്നത്. ഈ ഷംസീർ രണ്ടാമത് വാർത്താ സമ്മേളനം നടത്തി ഒരു നിയമസഭാ അംഗത്തിൻ്റെ പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ അതിന് പുറകിൽ ഉള്ള ഒരു കളികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷംസീർ അങ്ങനെ ഓരോ വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് പോലും തിരക്കഥ വന്നത് AKG സെൻറ്ററിൽ നിന്നാണ്. ആ തിരക്കഥ കണക്കനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു പരാതി വന്നത്. ആ പരാതിയിൽ ഇയാളെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് അത് നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുവാനുള്ള അവസരം വേണമെന്ന് പ്രത്യേകം എടുത്തു പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാതിക്കനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയില്ല. ഇനി പരാതിക്കനുസരിച്ച് അയോഗ്യനാക്കാനാണെങ്കിൽ പുറത്തു നിന്നും പല പരാതികൾ വരും. മനസ്സിലായില്ലേ? അങ്ങനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? പിന്നെ പിണറായി വിജയന് കേവല ഭൂരിപക്ഷം പോലും സഭയിൽ ഉണ്ടാവാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി മാറും. കാരണം അപ്പുറത്തിരിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ മന്ത്രിമാരടക്കമുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കേസുകളും FIRകളും ചാർജ് ഷീറ്റുകളും കുറ്റപത്രങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പരാതിയിന്മേൽ നടപടിയെടുത്താൽ ഇപ്പുറത്ത് നിന്നുള്ള 10-15 ആളുകളെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമസഭാ സമ്മേളനവും അവസാന സമ്മേളനവും പ്രതിപക്ഷം അങ്ങ് തൂക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എല്ലാം കൊണ്ടും പാളീസായി, പ്രതിരോധത്തിലായി, പ്രതിസന്ധിയിലായി, മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക എന്ന് നമ്മൾ പറയുന്നില്ല.
മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക എന്ന് പറയാറില്ലേ? ആ മൂക്കറ്റം വെള്ളത്തിലല്ല മുങ്ങി നിൽക്കുന്നത്, മൂക്കറ്റം പ്രതിസന്ധികൾ, തോൽവികൾ, നെറികേടുകളിൽ മുങ്ങി നിൽക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവസാന സഭാ സമ്മേളനവും വലിയ പ്രതിസന്ധികളിലേക്ക് ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ പരാതി കൊണ്ട് എന്ത് ചെയ്യും? ഈ പരാതി പുഴുങ്ങി തിന്നേണ്ട അവസ്ഥയാണുള്ളത്. അതിനപ്പുറത്തേക്ക് പരാതി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ പരാതി വന്നു, DK മുരളി പരാതി കൊടുത്തു, വാമനപുരത്ത് നിന്നുള്ള MLA ആണ് ഇയാളാണ് പരാതി കൊടുത്തത്, ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? ഇതിന്മേൽ എന്ത് നടപടിയെടുക്കാൻ കഴിയും, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും അയോഗ്യനാക്കി ഈ കാലാവധി തീരുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെ വീഴ്ത്തണമെന്ന് ഇവർ സ്വപ്നം കണ്ടുവോ ആ സ്വപ്നം പോലെ തന്നെ ബാക്കിയാവും. കാരണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം ജയിലിലാണ്, അയാൾ അറസ്റ്റിലാണ്. ഇതൊക്കെയാണെങ്കിലും ജനമനസ്സുകളിൽ അയാൾക്ക് ഇപ്പോഴും ഇടമുണ്ട് എന്നുള്ളതാണ്. അയാളുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഈ അറസ്റ്റോടുകൂടി. അയാൾക്ക് വലിയ ഒരു താരപരിവേഷം ഒന്നുകൂടി വളർത്തിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ അറസ്റ്റ് ഉണ്ടായത് കൊണ്ടുള്ള ഒരു പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ പിന്നെ എന്തിന് അറസ്റ്റ്, എന്ത് കേസ്, എന്ത് ജയിൽ? അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു പൊതുപ്രവർത്തകനെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, സ്വീകാര്യനാവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റ്. അതിനപ്പുറം ജയില്, കേസ്, ഈ പറയുന്ന ആരോപണങ്ങൾ ഇതൊന്നും ഒരു വിഷയമായി ബാധിക്കുന്നില്ല. ഇത് വിഷയമാകും എപ്പോൾ ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, ജനപിന്തുണ ഇതൊക്കെ വർദ്ധിക്കുന്നതിന് പകരം കുറയുകയാണെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. നേരെ മറിച്ച് അറസ്റ്റ് കൊണ്ട് ജനപ്രീതി വർദ്ധിക്കുകയാണെങ്കിൽ അയാൾ കരുതുക എന്താ, ഇങ്ങനെ ഇനിയും ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാവട്ടെ എന്നല്ല അയാൾ കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസും ഈ പരാതിയും, രാഹുലിനെതിരെ ലൈംഗിക പീഡന കേസ്, ബലാത്സംഗ കേസൊക്കെ വന്നതുപോലെ അയോഗ്യനാക്കണമെന്നുള്ള പരാതിയും 8 നിലയിൽ മൂഞ്ചിപ്പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ല. അത് സഖാക്കൾക്കും ആ കാര്യത്തിൽ ഒരു സംശയം പോലുമില്ല. അതുകൊണ്ടാണ് ഇത് സഭയിൽ ചർച്ചയാക്കി അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ആ കണക്ക് കൂട്ടലും അസ്ഥാനത്താകുമെന്നുള്ളത് സഭയിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടുമെന്നുള്ളതാണ്. അതിന് കോൺഗ്രസിൻ്റെ കയ്യിൽ, UDFൻ്റെ കയ്യിൽ വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥമെന്ന് പറയുന്നത്.